വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, തിങ്ക് ലൈക്ക് എ ഫിസിസിസ്റ്റ്, ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ വെറുതെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ, പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുകയും വേണം. പക്ഷേ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം? യു ഷുഡ് തിങ്ക് ലൈക്ക് എ ഫിസിസിസ്റ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മുടെ CSIR നെറ്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. സോ എ ഫിസിസിസ്റ്റ് ഡസൻ സ്റ്റാർട്ട് വിത്ത് ആൻസേഴ്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ലാബിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ്, അല്ലേ? നിങ്ങൾ റിസർച്ചിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വി ഡോണ്ട് നോ ദി ആൻസേഴ്സ്. നമുക്ക് എന്താണ് ഇതിന് ആൻസർ കിട്ടുക എന്ന് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ എക്സ്പെരിമെൻറ്റിൽ റൈറ്റ് ആൻസർ കിട്ടാൻ. പക്ഷേ ചില എക്സ്പെരിമെൻറ്റുകൾക്ക് നമുക്ക് റൈറ്റ് ആൻസർ അറിയുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കോമ്പൗണ്ട് പെൻഡുലം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് G = 9.8 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കണ്ടീഷൻസ് എല്ലാം കറക്റ്റാക്കും, അല്ലേ? എല്ലാ കണ്ടീഷൻസും കറക്റ്റാക്കി. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു ഇലക്ട്രോണിക്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണെങ്കിൽ പോലും റിസൾട്ട് അറിയാം. IV ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാനാണെങ്കിൽ നിസ്സാരം IV ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലൂപ്പ് കണ്ടുപിടിക്കാനാണെങ്കിലും പ്ലോട്ട് ചെയ്യാനാണെങ്കിലും, അല്ലേ? നമ്മളതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് എല്ലാം സെറ്റാക്കി, എല്ലാം പ്രോപ്പറാക്കി, എല്ലാം വർക്കിംഗ് ആണോ, കണക്ഷൻസ് പ്രോപ്പറാണോ എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ റീഡിങ്സിലേക്കും പിന്നെ പ്ലോട്ടിങ്ങിലേക്കും പിന്നെ കാൽക്കുലേഷൻസിലേക്കും പോവുക. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുക. ഈ സ്റ്റേജുകളിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്റ്റ് അവർ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആൻസറിലല്ല തുടങ്ങുന്നത്. CSIRനെ സംബന്ധിച്ചും നമ്മൾ എന്താണ് ആൻസറിലല്ല തുടങ്ങുന്നത്. എന്താണ് ആൻസർ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് JRF ആണ് നമ്മുടെ ആൻസർ. അവിടെ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഏറ്റവും സ്ക്രാച്ചിൽ നിന്ന്, ഏറ്റവും ബേസിക്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. സോ അതിനുവേണ്ടി ദേ സ്റ്റാർട്ട് വിത്ത് ബിലീഫ്, ലോജിക് ആൻഡ് കൺസിസ്റ്റൻസി. ബിലീഫ് ഇൻ വൺ സെൽഫ്, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക. നമ്മളിതിന് മുമ്പിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലോജിക്കലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ലോജിക്കലായിട്ട് ടോപ്പിക്കുകളെ സെലക്ട് ചെയ്യണം, ലോജിക്കലായിട്ട് പഠിക്കുന്ന സമയങ്ങൾ തിരഞ്ഞെടുക്കണം, ലോജിക്കലായിട്ട് അനലൈസിസ് നടത്തണം. അപ്പോൾ ലോജിക്കായിട്ട് ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം, അല്ലേ? ഇടയ്ക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഓൺ ആൻഡ് ഓഫ് ആകുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഇത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫ്രം day 1 ഓൺവേർഡ്സ് ടിൽ യുവർ എക്സാംസ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, സോ ഇഫ് യു ക്ലിയർലി ഡിഫൈൻ ദ ഇനീഷ്യൽ കണ്ടീഷൻസ്, ദ ഫൈനൽ റിസൾട്ട് ഈസ് പ്രഡിക്റ്റബിൾ. ഇത് സാധാരണ എല്ലാ ഒരു ലീനിയർ സിസ്റ്റങ്ങൾക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നോൺ ലീനിയർ സിസ്റ്റംസിനാണെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. പക്ഷേ CSIRനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലീനിയർ സിസ്റ്റമാണ്. നിങ്ങളുടെ റെസ്പോൺസ് എന്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റിമുലസ് എന്തോ, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റെസ്പോൺസും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്, അല്ലേ? അല്ലാതെ നിങ്ങൾ ഉഴപ്പുകയാണെങ്കിൽ റിസൾട്ടും പോവും. അപ്പോൾ ഇറ്റ് ഈസ് എ ലീനിയർ സിസ്റ്റം. ഒരു ലീനിയർ സിസ്റ്റമാണ്. ഒരു ലീനിയർ സിസ്റ്റത്തിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് സെറ്റാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ദർ ഇസ് നോ കയോസ്, അല്ലേ? അവിടെ നോൺ ലീനിയർ ബിഹേവിയർ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെയും അത് തന്നെയാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പഠനം, നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ ബിലീഫ് ഇതെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദ റിസൾട്ട് ഈസ് ഷുവർ 100%. So your preparation works in the same way. So when you visualize yourself clearing CSIR net, train your mind to think the concepts, then not confusion, then repeat the right actions every single day. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ ഈ പരീക്ഷ എഴുതുന്നത് ചുമ്മാതെയാണ്, ഇത് കിട്ടാനുള്ളതല്ല എന്നുള്ള ചിന്തയല്ല നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കണം. നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് അവസാനം ഇതിന് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ബിലീഫ് നിങ്ങളിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ബിലീഫ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിച്ച് ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതിനോടൊപ്പം പഠനവും കൊണ്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെയും ട്യൂൺ ചെയ്യണം, നിങ്ങളുടെ ബ്രെയിനിനെയും ട്യൂൺ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇറ്റ് വിൽ വർക്ക് ഇൻ റെസണൻസ് ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ JRF. പിടികിട്ടിയോ? അതായിരിക്കും സംഭവിക്കാൻ പോവുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? സോ സക്സസ് ഈസ് നോ ലോങ്ങർ എ ലക്ക്, ഇറ്റ് ബിക്കംസ് ഇന്നെവിറ്റബിൾ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ആരാ സെറ്റ് ചെയ്യേണ്ടത്?
അത് നിങ്ങൾ തന്നെ വേണം സെറ്റ് ചെയ്യാൻ. നിങ്ങളുടെ മനസ്സിൽ കയറി നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യാൻ എനിക്കോ വേറെ ആർക്കോ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഇതിനനുസരിച്ച് ഒന്ന് റെസണൻസിൽ ട്യൂൺ ചെയ്യുക എന്നുള്ളത് അല്ലേ. നമ്മൾ LCR സർക്യൂട്ടിൽ റെസണൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ റേഡിയോയിലൊക്കെ സ്റ്റേഷൻസിനനുസരിച്ച് ട്യൂൺ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ മൈൻഡിനെ സക്സസ്സിലേക്കൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നിരിക്കും. അതിന് യാതൊരു തർക്കവും വേണ്ട. അതിന് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ പ്രപഞ്ചവും നിങ്ങളുടെ കൂടെ നിന്നോളും. ഓക്കെ, സോ മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് മാജിക്, ഇറ്റ് ഈസ് ഫോക്കസ്ഡ് തോട്ട് പ്ലസ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് മൂലം JRF ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതാണ് സംഭവിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും കൂടി ഒന്ന് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇവിടെ തിങ്ക് ലൈക്ക് എ ഫിസിസിസ്റ്റ്, സോ ബിലീവ് ഇൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പം എല്ലാ കാര്യങ്ങളിലും പ്രോബ്ലം ചെയ്യുവാണെങ്കിലും നിങ്ങൾ സാധാരണ എവിടെ വർക്ക് ചെയ്യുവാണെങ്കിൽ പോലും ബേസിക് കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്തൊക്കെയാണ് ഈ ബേസിക് കാര്യങ്ങൾ? നമ്മൾ എപ്പോഴും കുഞ്ഞുനാളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. സത്യസന്ധത അല്ലേ, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞ്, ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിനെ, അതായത് ഇതിന് വർക്ക് കൂടുതൽ ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ത്യജിക്കേണ്ടതായിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, ഇന്ന ഭാഗങ്ങളിൽ ഞാൻ വീക്കാണ്, ഇന്ന ഭാഗങ്ങളിൽ ഞാൻ സ്ട്രോങ് ആണ്. അപ്പോൾ വീക്കായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ ഞാൻ സ്മാർട്ടായിട്ട് സെലക്ട് ചെയ്യാൻ എനിക്ക് പറ്റണം. അതിന് ബ്രെയിനും മനസ്സും ഒരുമിച്ച് നിൽക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്നിട്ടോ സോ യു ഷുഡ് എലിമിനേറ്റ് നോയ്സ്. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. നോയ്സ് നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ ഈ നോയ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന മോട്ടിവേഷൻ. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അപ്പം നിങ്ങളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന പല ഇൻപുട്ടുകളെയും എക്സ്റ്റേണൽ സ്റ്റേഷനുകളിൽ നിന്ന് വരുന്ന പല നോയ്സുകളെയും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അത് പഠിക്കുക, ഇത് പഠിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, തലകുത്തി നിന്നാൽ രാവിലെ കിട്ടും, വൈകുന്നേരം യോഗാസനം ചെയ്യണം, രാവിലെ യോഗാസനം ചെയ്യണം. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മനസ്സും ബ്രെയിനും പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, സോ ദെൻ റിപ്പീറ്റ് ദിസ് എക്സ്പെരിമെൻറ്റ്സ്. ഇതേ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? യു ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. അപ്പം ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മളെപ്പോഴും റിസൾട്ട് മാത്രമാണ് കാണുന്നത്, പ്രോസസ്സ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഹൈക്കുകളുണ്ടാവും, ചിലപ്പോൾ ഡിപ്പുകളുണ്ടാവും. അപ്പോൾ ആ ഡിപ്പുകളെയും നമ്മുടെ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ജീവിതത്തിലും അങ്ങനെ തന്നെ അല്ലേ. ചില ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ എക്സാമുകൾക്കും എനിക്ക് തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഫസ്റ്റ് റാങ്ക് ചില സമയത്ത് വഴുതി പോവും. ചില ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റാതെ പോകുന്ന ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ദിവസങ്ങളുണ്ട് അല്ലേ. ചില ദിവസങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാവും, ചില ദിവസം പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാവും, ചില ദിവസം തൊടുന്നതെല്ലാം പിഴച്ചു പോവും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ യു ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ് ടുവേർഡ്സ് യുവർ വിക്ടറി. ദെൻ think like a physicist. Then if your mind is aligned with your goal and your preparation follows the right method, JRF is not a dream. അതൊരു സ്വപ്നമല്ല, അത് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ മനസ്സിനെയും ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകണം. അല്ലാതെ ബ്രെയിൻ മാത്രം കൊണ്ടുപോയാൽ മനസ്സ് എവിടെ ഇരിക്കും? മനസ്സ് തുടങ്ങിയിടത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ബ്രെയിൻ അവിടെ എത്തും, മനസ്സ് ഇവിടെ എത്തും, നിങ്ങൾ മിസ്അലൈൻഡ് ആവും. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾ മനസ്സിനെയും പറഞ്ഞ് പഠിപ്പിച്ചോണം, ബ്രെയിനിനെയും പറഞ്ഞ് പഠിപ്പിച്ചോണം. രണ്ടും ഒരുമിച്ച് സഞ്ചരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് ഏതെങ്കിലും ഒരെണ്ണം കൈവിട്ട് പോയാൽ നമ്മുടെ യാത്ര വഴിമുടങ്ങിപ്പോവും. സോ അത് നിങ്ങൾ ഒഴിവാക്കുക. സോ യു ഷുഡ് തിങ്ക് ഫിസിക്സ്, തിങ്ക് ക്ലിയർലി ആൻഡ് ക്രാക്ക് CCR നെറ്റ്. ഇതായിരിക്കണം നമ്മുടെ എയിം. സോ ഈ ഒരു എയിമിലേക്ക് നിങ്ങളെ വഴി നടത്താൻ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ തലച്ചോറിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെഡിയാണ്. നമ്മുടെ JRF വിക്ടറി ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പരീക്ഷകൾ എഴുതാം. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. അപ്പോൾ
അങ്ങനെ പഠനം ആസ്വദിച്ച് നിങ്ങൾക്ക് JRF നേടാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.